ഈ ഇത് ബീഹാർ അല്ല, യു പി അല്ല, ഉത്തർപ്രദേശ് അല്ല, അതാണെങ്കിൽ ഗുജറാത്ത് അല്ല എന്നൊക്കെ പറയുന്ന മലയാളികൾ ഒന്നും മനസ്സിലാക്കണം. ഈ നാട്ടിലൊരു നിയമമുണ്ട്, നിയമ സംവിധാനമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. അതിന് മുകളിലല്ല മലയാളികളുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ. കിട്ടുന്നവന്റെ ചങ്കും കൂടി ഇടിച്ചു കിടക്കുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ മലയാളികൾ കാണാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം മധു. അറിയണം. അപ്പൊ നീ എന്നെ വാച്ച് ചെയ്തിട്ടല്ലേ നിനക്ക് എന്നെ അറിയാൻ. അയ്യോ 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 അയ്യോ. ഹായ്, ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മുടെ ചാനലിൽ അത് വീഡിയോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ പ്രത്യേകിച്ച് കണ്ടന്റുകളൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ വന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ മറ്റേ അലുവ അജിത്ത് എന്ന് പറഞ്ഞ ഒരുത്തനെ, അതായത് ഗുണ്ടനെ വേറെ ഏതൊരു ഗുണ്ടാസംഘം വെട്ടിക്കൊന്നത്, അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അവനൊക്കെ തീർന്നില്ല ഈ നാടിന് തന്നെ ശാപം. അതുകൊണ്ട് അവനൊക്കെ ചത്താലും ചത്തിൻ്റെയും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അത് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ചയുണ്ട്, പറയാതിരിക്കാൻ പറ്റില്ല. ഒരു കൊലക്കേസ് പ്രതി പുറത്തോട്ട് ജാമ്യം നേടി ഇറങ്ങുന്നതിന് മുന്നേ പാലിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. മറ്റൊന്നുമല്ല, ഈ ആൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇവന്റെ പള്ളക്ക് കത്തിയായിട്ട് വേറെ വല്ലവനും കാത്തിരിപ്പുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട ഉത്തരവാദിത്തം കേരള പോലീസിനുണ്ട്. ഇവൻ പുറത്തോട്ട് വന്നാൽ എന്തായാലും തീരുമെന്നറിയാം. പക്ഷെ കേരള പോലീസ് എന്നിട്ടും അതിന് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ട് കൊടുത്ത് കാണുമല്ലോ. അതുകൊണ്ടായിരിക്കുമല്ലോ പുറത്തോട്ട് വന്നത്. അപ്പൊ തീരാനുള്ളതും തീർന്നോട്ടെ, അത് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. അതിനുശേഷം ഇന്ന് ഞാൻ കേരള ടുഡേ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ട ഒരു വീഡിയോ ആണ്. ഇത് 4 ദിവസം മുൻപ് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതായത് കൊല്ലത്തെ ഒരു പ്രമുഖ ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയിൽ നിന്ന് പണം മോഷ്ടിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു വയോധികനെ തല്ലുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. തല്ലുന്നത് അവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിക്കാരാണ്. ഈ വീരശൂര പരാക്രമികളോട് എനിക്ക് ആദ്യം തന്നെ ഒന്ന് ചോദിക്കേണ്ടതുണ്ട്. എടാ, ശബരിമലയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തട്ടിക്കൊണ്ടുപോയായിരുന്നു. അത് കടത്തിക്കൊണ്ടുപോയി, സ്വർണ്ണപ്പാളി ഉരുക്കി മാറ്റിയ വിഷയം വരെ ഉണ്ടായിട്ടുണ്ട്. ദ്വാരപാലകരുടെ ശില്പം കൊണ്ടുപോയത്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ നടന്നു. അന്നൊക്കെ നീയൊക്കെ എവിടെയായിരുന്നു? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുവാണ്. അന്നൊക്കെ നിന്റെ കയ്യും കാലയൊക്കെ വല്ല സഹകരണ ബാങ്കിലും പണയത്തിലായിരുന്നോ എന്ന് ഒരു സംശയം കൊണ്ട് ചോദിച്ചാണ്. പിന്നെ അതേ കണക്ക് തന്നെ ഈ പണമൊക്കെ എന്തിനാ ഭഗവാന്? ഒരു പണിയില്ലാതെ കണ്ട പാർട്ടിക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചും കടയടപ്പിച്ചും നടന്നവന്മാര് ദേവസ്വം ബോർഡ് പ്രസിഡന്റും മറ്റ് ചുമതലകളിലേക്ക് വരുമ്പോൾ അവന്റെ കുടുംബത്തിന് പട്ടിണി ഇല്ലാതിരിക്കാണ്ട് ഈ പണത്തിൽ നിന്ന് ഒരു പങ്ക് അങ്ങോട്ട് കൊണ്ടുപോകും. അതിനല്ലാതെ വല്ലത്തിനും ഇത് ഉപകരിക്കുന്നുണ്ടോ? ഇപ്പൊ ക്രിസ്ത്യൻ മിഷണറിയുടെ കീഴിലുള്ള ആണെങ്കിലും മുസ്ലിം പള്ളികളുടെ സ്വത്താണെങ്കിലും അത് അവരവരുടെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്, ആ വിശ്വാസ സമൂഹത്തിന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ എത്ര എണ്ണത്തിന്റെ പണം സ്വന്തം കൈവശം ഇരിക്കുന്നുണ്ട്? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുകയാണ്. ക്രിസ്ത്യൻ മിഷണറിയുടെ കയ്യിൽ കിട്ടുന്ന പണം അവരത് വ്യക്തമായ രീതിയിൽ മറ്റു കാര്യങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്ത് സഭയുടെ കയ്യിൽ തന്നെ അത് മൂലധനമായിട്ട് ഇരട്ടിപ്പിച്ച് കയ്യിലിരിപ്പുണ്ട്. ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പണമാണെങ്കിലും അത് അവരുടെ കൈവശമുണ്ട്. അവരും സ്ഥാപനങ്ങളും മറ്റും നടത്തുന്നുണ്ട്. ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ പണം മാത്രം സർക്കാരിന്. എന്നാൽ ഈ ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പുനരുദ്ധരിക്കണമെങ്കിൽ 10 പൈസ ഈ പറയുന്ന സർക്കാർ തരത്തില്ല. ആ പണം മുഴുവൻ കൊണ്ടുപോയ ശേഷം ഒരു ഓട് പൊട്ടിയാൽ അത് മാറണമെങ്കിൽ നാട്ടുകാർ പണപ്പിരിവ് എടുക്കണം. അങ്ങനെയുള്ളപ്പോൾ എന്തിനാണ് നമ്മളുടെ ക്ഷേത്രങ്ങളിൽ കൊണ്ട് നമ്മൾ പണം ഇടുന്നത്? എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടിടാറുണ്ട്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 10 രൂപ കാശ് കൊണ്ട് അമ്പലത്തിൽ ഇടുന്നത് പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇവിടെ ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കാശ് അരി മേടിക്കാണ്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്നൊരു വിഹിതം മക്കൾക്ക് നല്ലത് വരട്ടെ, കുടുംബത്തിന് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ കാണിക്കെടുക്കും. അതും കൊണ്ട് പോയി കണ്ട തേർഡ് ക്രിമിനലുകൾ പുട്ടടിക്കുന്നു. അത് മാത്രമാണ് നടക്കുന്നത്. എന്റെ ഇവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്, പാറപ്പാടം ദേവീക്ഷേത്രം. 6 മാസം വെള്ളത്തിലും 6 മാസം കരയിലുമാണ് ആ ക്ഷേത്രം ഇരിക്കുന്നത്. ആ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഫയൽ എന്ന് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയുടെ മുന്നിൽ എത്തുന്നോ അന്നേരം അതെല്ലാം അത് ഉൾട്ടയടിച്ച് തിരിച്ചു വരും. അതൊക്കെ പല രാഷ്ട്രീയ താല്പര്യങ്ങളായിരുന്നു. അതിനുശേഷം ആ ക്ഷേത്രം ഇപ്പൊ പുനരുദ്ധരിക്കാനുള്ള അനുവാദം കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിന് 3.5 കോടി രൂപയിലധികം രൂപ ഞങ്ങൾ നാട്ടുകാർ അല്ല വിശ്വാസികൾ പിരിവെടുത്ത് ദേവസ്വം ബോർഡിന് നൽകിയാൽ മാത്രമേ ആ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് പൊളിക്കാനുള്ള അനുവാദം ദേവസ്വം ബോർഡ് നൽകത്തുള്ളൂ. അപ്പൊ ഇത്രയും കാലം ഈ ക്ഷേത്രത്തിൽ നിന്ന് കിട്ടിയ വരുമാനം എവിടെ? ഉത്തരവില്ല. നാട്ടുകാർ പിരിവെടുത്ത് ഉണ്ടാക്കിയാൽ മതി എന്നാണ് പറയുന്നത്.
അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ക്ഷേത്രങ്ങൾ കൊണ്ട് പണം ഇടുന്നത്? അതിന് പകരം ആ പണം കൊണ്ട് വല്ല വൃദ്ധസദനത്തിൽ ഒരു നേരത്തെ അന്നം മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ സന്തോഷമുള്ള പുഞ്ചിരി അത് കാണാൻ പറ്റും. അല്ലാതെ കണ്ട രാഷ്ട്രീയക്കാർക്ക് തിന്നാനും സ്വർണ്ണമൊക്കെ ഉരുക്കിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി മക്കൾക്കും മരുമക്കൾക്കും സ്വർണ്ണാഭരണം പണിയാനും ഒന്നും അല്ല ഈ നാട്ടിലുള്ള വിശ്വാസികളുടെ പണം ഉപയോഗിക്കേണ്ടത്. ഇദ്ദേഹം ഒരുപക്ഷെ പട്ടിണി കൊണ്ടായിരിക്കാം ആ പണം എടുത്തത്. അഥവാ ഇദ്ദേഹത്തിന് ഒരു നേരത്തെ ഭക്ഷണം മേടിക്കാൻ കാശില്ലാണ്ടാണ് ഈ പണം എടുത്തതെങ്കിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ വീണ്ടും കോമാളികളാവും. കാരണം ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനം നടത്തിയിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. അതിനുള്ളിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. നമുക്കറിയാം, മധു ഒരു നേരത്തെ വിഷപ്പടക്കാണ്ട് നിർവാഹമില്ലാതെ ഒരു നാഴി അരി മോഷ്ടിച്ചതിന്റെ പേരിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഒരു സംസ്ഥാനമാണ് ഇവിടെ. ഇവിടെ കൃത്യമായിട്ടുള്ള ലോ ആൻഡ് ഓർഡറും കാര്യങ്ങളും ഉണ്ട്, ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. ഇത് ബീഹാർ അല്ല, യു പി അല്ല, ഉത്തർപ്രദേശ് അല്ല, അതേണക്കര ഗുജറാത്ത് അല്ല എന്നൊക്കെ പറയുന്ന മലയാളികൾ ഒന്നും മനസ്സിലാക്കണം. ഈ നാട്ടിലൊരു നിയമമുണ്ട്, നിയമ സംവിധാനമുണ്ട്, പോലീസുണ്ട്, കോടതിയുണ്ട്. അതിന് മുകളിലല്ല മലയാളികളുടെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം. ഇതും ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമാണല്ലോ. കിട്ടുന്നവന്റെ ചങ്കും കൂടി ഇടിച്ചു കിടക്കുന്നത് ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ മലയാളികൾ കാണാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒത്തിരി അധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം മധു. മോഷണക്കുറ്റം ആരോപിച്ച് നാട്ടുകാരെല്ലാം കൂടി തല്ലിച്ചതച്ച് ആ പാവത്തിനെ കൊലപ്പെടുത്തി. ഇപ്പൊ ഈ പുള്ളിനെ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ട് തല്ലിച്ചതച്ചു, ഭാഗ്യത്തിന് ജീവൻ നഷ്ടമായില്ല. അങ്ങനെ നഷ്ടമായിരുന്നെങ്കിൽ ഇന്ന് ആ ക്ഷേത്രം അവിടെ കാണത്തില്ലായിരുന്നു. അത് മറ്റൊരു വാസ്തവമാണ്. ക്ഷേത്രം പൊളിച്ച് കപ്പ നടണം എന്ന് പറഞ്ഞവർക്ക് ഒരു ഊർജമായി ഈ ഒരു വിഷയം മാറിയതിന്. അവർ ആ ക്ഷേത്രം തല്ലി തകർത്തനെ. അപ്പോൾ അതിന്റെ പേരിലുണ്ടാകുന്ന ഭവിഷ്യത്ത് ഇതിനും വലുതായതിന്. അങ്ങനെയുള്ള സിസ്റ്റം ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് മാറണം. ഇതൊരിക്കലും ഒരു ജംഗിൾ രാജ് അല്ല. അത് അങ്ങനെയാണെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ അത് വെറും തോന്നൽ മാത്രമാണ്. ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഒരു സ്വയം പ്രഖ്യാപിത രാജ്യമല്ല, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഒരു ഭാഗമാണ്. ഇവിടെ കേരള പോലീസ് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ആർമിയുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു കോടതി പരാജയപ്പെട്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുണ്ട്. സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ നേരിട്ട് ഹാൻഡിൽ ആയിട്ട് കേന്ദ്ര ഭരണമുണ്ട്. അങ്ങനെ ഉള്ളപ്പോൾ കുറച്ചൊക്കെ കാര്യങ്ങളിൽ വിവേകമാകാം. ഈ സാക്ഷര മലയാളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ രായ്ക്ക് രാമായണം ഘോരം പ്രസംഗിക്കുമ്പോൾ ഇമാതിരി കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ റിയലൈസ് ചെയ്യണം. എന്നാൽ ഈ ഒരു കാണിച്ച തോന്നിവാസത്തോട് എനിക്ക് യോജിപ്പില്ല. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ പോലീസിനെ ഏൽപ്പിക്കായിരുന്നു, അല്ലാതെ തല്ലാൻ പാടില്ലായിരുന്നു. അങ്ങനെ തല്ലിയ ക്യാഷ് തിരിച്ച് ആ ഭണ്ഡാരത്തിൽ കൊണ്ട് ഇടിയിച്ചു കഴിഞ്ഞാൽ അത് ആ ദേവന് ഉപകാരപ്പെടുവോ? ഇല്ലല്ലോ. ഈ പറയുന്ന ദേവസ്വം ബോർഡും പിന്നെ കുറെ അമ്പലം വിഴുങ്ങികളും കൂടി അതിരുന്ന് അങ്ങ് വീഴുങ്ങും. അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല. അങ്ങനെയൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളിലെ പണങ്ങൾ ഇത്ര കൃത്യമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്ത് ക്ഷേത്രങ്ങൾക്കും വിശ്വാസികളുടെ കാര്യത്തിൽ മാത്രമായിട്ട് യൂട്ടിലൈസ് ചെയ്തിരുന്നെങ്കിൽ ഈ പാവപ്പെട്ട വ്യക്തിക്ക് ആ പണം മോഷ്ടിക്കേണ്ടി വരത്തില്ലായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാണ്ട് നാട്ടുകാർക്ക് പിരിവെടുക്കേണ്ട വരത്തില്ലായിരുന്നു, അതായത് വിശ്വാസികൾക്ക്. അങ്ങനെയുള്ള ഗതികേട്ടിലേക്കൊക്കെ നമ്മളെ നയിച്ചതാരാണ്? അതൊക്കെ ഒന്ന് നമ്മുടെ വിശ്വാസി സമൂഹം ഒന്ന് ആലോചിച്ച് നോക്കണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഏത് ഈശ്വരനാണ് പ്രീതിപ്പെടുത്തുന്നത്? എന്തിനാണ് ഈശ്വരന് പണം? ഒരു ഭക്തി പുരസരം, ഒരു ഗ്ലാസ് വെള്ളം, അല്ല ഒരു കിണ്ടി വെള്ളം, ഒരു 2 തുളസിയില, അത് നിങ്ങൾ ദേവന് സമർപ്പിച്ചാലും അതും കാണിക്കയാണ്. നിങ്ങളുടെ ഭക്തിയാണ് ഏറ്റവും ഉത്തമമായ കാണിക്ക. അല്ലാതെ നിങ്ങൾ നോട്ടുകൾ കൊണ്ട് തുലാഭാരം തൂക്കിയാലും സ്വർണം കൊണ്ട് അഭിഷേകം ചെയ്താലും അതിന് വിലയില്ല. ഭക്തി പുരസരം നിങ്ങൾ എന്താണോ ദൈവത്തിന് സമർപ്പിക്കുന്നത് അതിനെ ഈശ്വരന്റെ മുന്നിൽ ഈശ്വരൻ സ്വീകരിക്കത്തുള്ളൂ. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും ദൈവത്തെ ഓർത്ത് ഒഴിവാക്കുക. അത് കണക്ക് തന്നെ ആരാന്റെ നെഞ്ചത്ത് കയറി പൊങ്കാല ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്ത് ജീവൻ അപഹരിച്ചുകൊണ്ടല്ല ദേവന്റെ സ്വത്ത് സംരക്ഷിക്കേണ്ടത്. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കണമെന്ന് നിങ്ങൾക്ക് അതിയായ താല്പര്യമുണ്ടെങ്കിൽ ശബരിമലയിലേക്ക് ചെല്ലുക. അവിടെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടത്. അതിലെ കുറ്റവാളികൾ ഇന്നും ഈ സമൂഹത്തിൽ മാന്യന്മാരായിട്ട് നടക്കുന്നു. ഒരാൾ ഇന്ന് നിലവിൽ MLA ആണ്, ആരോപണം നേരിടുന്ന ഒരു വ്യക്തി. ഒരാള് ഹോസ്പിറ്റലിൽ കയറി കിടക്കുമായിരുന്നു. ഈയിടയ്ക്കാണ്ട് കോടതി പറഞ്ഞിട്ട് തട്ടിത്തൂക്കി എടുത്തുകൊണ്ട് പോയത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, അങ്ങനെ എത്ര ആളുകൾ. അവരുടെയൊക്കെ നേരെയാണ് നിങ്ങൾ വിരലി ഊണ്ടുകയും കൈ ഓങ്ങുകയും ചെയ്യേണ്ടത്. അല്ലാതെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടോ മറ്റോ
ഒരു 10 രൂപ കാശോ 20 രൂപ കാശോ കാണിക്ക വഞ്ചിയിൽ നിന്ന് എടുക്കുന്നവന്റെ പിടിച്ച് ഇലക്കുന്നതല്ല യഥാർത്ഥ ഭക്തി. തല്ലാനാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ള ആളുകളെ തല്ലണം, അല്ലാതെ ഇമാതിരി തോന്നിയ ദിവസങ്ങൾ കാണിക്കില്ല. അപ്പോൾ ശരി എന്നാ.